ഈജിപ്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തുർക്കി കൂടുതലായി ഇടപെട്ടതിനാലാണ് അംബാസഡറോട് നാടുവിടാൻ ആവശ്യപ്പെട്ടതെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. തുർക്കി പ്രതിനിധി ഈജിപ്തിന് സ്വീകാര്യനല്ല. തുർക്കിയുമായുള്ള നയതന്ത്ര ബന്ധം ദുർബലമാക്കുമെന്നും വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയിലുണ്ട്. തുർക്കിയുടെ ഈജിപ്ത് അംബാസഡറെ കൈറോയിലേക്ക് തിരിച്ചു വിളിച്ചതായും മന്ത്രാലയം അറിയിച്ചു. تصريحات رئيس الوزراء التركي مساء يوم 21 نوفمبر قبيل مغادرته إلى موسكو حول الشأن الداخلي في مصر. ഈജിപ്തിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുർസി സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത സൈനിക നടപടിയെ തുർക്കി വിമർശിച്ചിരുന്നു. ഈ വിമർശത്തെയും ഈജിപ്തിലെ സൈനിക ഭരണകൂടം അപലപിച്ചു. ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായി രാജ്യത്തിന്റെ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ തുർക്കി ശ്രമിച്ചു. രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘടനകളെ തുർക്കി പിന്തുണച്ചതായും ഈജിപ്ത് ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ ഈജിപ്തിലെ അംബാസഡറെ തിരിച്ചു വിളിക്കുന്നതായി തുർക്കിയും പ്രതികരിച്ചു. എന്നാൽ ഈജിപ്തുമായുള്ള ബന്ധം പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ് തുർക്കിയുടെ പ്രതീക്ഷയെന്ന് വിദേശകാര്യമന്ത്രി അഹമ്മദ് ദൊഗുലു പറഞ്ഞു. അതേസമയം ഈജിപ്ത് ജനതയുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കുന്നവരെ പിന്തുണക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടെന്നും ദൊഗുലു കൂട്ടിച്ചേർത്തു. Bugünler geçer ama Türk-Mısır dostluğu baki kalır. Geçtiğimiz yıl içinde Yüksek Düzey Sıra İşbirliği Konseyi çerçevesinde onlarca anlaşmaya imza attık. Çok ciddi mali kaynaklar sağladık Mısır'a. Elimizden gelen katkıyı yaptık. Her zaman da Mısır halkının yanında dururuz ama kimse kusura bakmasın. Mısır halkının iradesine saygı göstermeyenlere. ന്യൂസ് ഡെസ്ക് മീഡിയ 1.